ഹലോ, എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് അപ്പത്തിനാട്ടി വെക്കുന്നതാണ് കേട്ടോ, പിറ്റന്നത്തേക്ക് വേണ്ടിയിട്ട്. പണ്ട് കാലങ്ങളിലൊക്കെ പിന്നെ എനിക്ക് ഞാൻ കുറച്ച് 1-2 വട്ടമൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പണ്ട് എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. കപ്പി കാച്ചി അരി പൊടിച്ച് മെല്ലിന്ന് പൊടിച്ച് അത് പിന്നെ അരിച്ച് അതിൻ്റെ കപ്പി എടുത്ത് അത് കാച്ചി അതൊരു പരുവത്തിനായി വന്നതിന് ശേഷം പിന്നെ തണുത്തതിന് ശേഷം മാവ് അതിൻ്റെ അകത്തിട്ട് മിക്സാക്കി പിറ്റേ ദിവസമായിരിക്കും തേങ്ങയൊക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ അകത്ത് മിക്സാക്കുന്നത്. അങ്ങനത്തേക്ക് ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാനിപ്പോഴും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോഴും സാധാരണ നിലയിൽ മിക്സിയിൽ ചോറും തേങ്ങയും അരിയൊക്കെ ഇട്ട് അരച്ചതിന് ശേഷം പിന്നെ അന്നത്തെ ദിവസമാകുമ്പോൾ നമ്മൾ ചുടാൻ നേരം ആകുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കയ്യിൽ നന്നായിട്ട് മിക്സാക്കിയിട്ട് അതിലൊന്ന് കലർത്തി ചുട്ട് കഴിഞ്ഞാൽ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പം ചുടുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരും. നമ്മൾ മുമ്പ് അപ്പം ചുടുമ്പോൾ ഒരു സ്മെല്ലിങ്ങനെ വരില്ലേ, അതുപോലത്തെ ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ ഇപ്പോഴും. കാരണം ആ തേങ്ങയുടെ ആ ഒരു മണം ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഒഴിച്ച് വന്നിട്ടുണ്ട്. കാരണം സ്കൂളില്ലാത്ത ദിവസമായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം തന്നെ ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. കാരണം സ്കൂളില്ലല്ലോ, രാവിലെ മോർണിംഗ് ക്ലാസ്സും ഇല്ലായിരുന്നു. സാധാരണ നിലയിൽ സ്കൂളില്ലാത്ത ദിവസം രാവിലെയൊക്കെ ക്ലാസ് വെക്കുന്നതാണ്. പക്ഷേ ഇന്ന് രണ്ടാൾക്കും രാവിലെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. കാരണം ലേറ്റായിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. നേരം വെളുക്കൊന്നും എണീക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം ട്യൂഷനൊക്കെ ഉണ്ടെങ്കിലാണ് നേരത്തെ എണീക്കുന്നത്. ട്യൂഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിട്ടുള്ളത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പവും സാമ്പാറുമാണ്. സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല, തലേദിവസം തന്നെയാണ് സാമ്പാർ എപ്പോഴും ഉണ്ടാക്കി വെക്കാറുള്ളത്. അങ്ങനെ നമ്മൾ അപ്പവും സാമ്പാറും ചായയൊക്കെ ഇട്ട് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിഞ്ഞു. പിന്നെ ഉച്ചത്തെ പരിപാടി എന്ന് വെച്ചാൽ ലേറ്റായിട്ടായിരിക്കും കഴിക്കുക. കാര്യം എന്ന് വെച്ചാൽ രാവിലെ ലേറ്റായിട്ടാണല്ലോ ഫുഡ് കഴിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.